നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളായി. 25, 26, 27 തീയതികളിലാണ് ആഘോഷം. ഇതോടനുബന്ധിച്ച് പിതൃതർപ്പണവും നടക്കും. പെരുവനം KLS UP സ്കൂളിൽ ശതാബ്ദി ആഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ഭൂനികുതി വർധനവിനെതിരെ കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റി വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളായി. 25, 26, 27 തീയതികളിലാണ് ആഘോഷം. ഇതോടനുബന്ധിച്ച് പിതൃതർപ്പണവും നടക്കും. 25-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ശിവരാത്രി പുരസ്കാര സമർപ്പണം ധർമ്മജാഗരൻ ഇരിങ്ങാലക്കുട ജില്ലാ സംയോജക് V. സായിറാം ഉദ്ഘാടനം ചെയ്യും. മാങ്ങാട് ശിവദാസനാണ് ഈ വർഷത്തെ ശിവരാത്രി പുരസ്കാരം സമർപ്പിക്കുന്നത്. 25-ന് വൈകിട്ട് 7 മണിക്ക് ഗാനമേള, 26-ന് രാവിലെ ഗണപതി ഹോമം, തുടർന്ന് ശിവപുരാണ പാരായണം, വൈകിട്ട് 6:30-ന് മഹാദീപാരാധന, 6:40-ന് കൂവള പറനിറയ്ക്കൽ, തുടർന്ന് നൃത്തനൃത്യങ്ങളും ഉണ്ടായിരിക്കും. 27-ന് പുലർച്ചെ 1 മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. പിതൃതർപ്പണത്തിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും കർമ്മികളും കടവിലുണ്ടായിരിക്കും. തിലഹോമം, കൂവളപ്പറ, പുഷ്പാഞ്ജലി, എള്ളുതിരി തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൌകര്യങ്ങളും ഒരുക്കും. എല്ലാ ഭക്തർക്കും പിതൃതർപ്പണത്തിന് ശേഷം ലഘുഭക്ഷണവും കമ്മിറ്റി ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പെരുവനം KLS UP സ്കൂളിൽ ശതാബ്ദി ആഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടെയും അഭിമാനത്തോടെയാണ് ഇന്ന് ഈ 100ാം വാർഷിക ചടങ്ങ് ഉദ്ഘാടന വേദിയിൽ ഞാൻ നിൽക്കുന്നത്. കാരണം പെരുവനം ഗ്രാമത്തിൻ്റെ അഭിമാനമായ കേരളലക്ഷ്മി UP സ്കൂളിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായി എനിക്ക് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനും ഈ 100ാം വാർഷിക ആഘോഷ ചടങ്ങ് ഔപചാരികമായി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഈ വിദ്യാലയവും എൻ്റെ ഗുരുക്കന്മാരും എനിക്ക് നൽകിയ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആദ്യമായി ഈ സ്കൂളിൽ വരുമ്പോൾ എന്നെ 1ാം ക്ലാസ്സിൽ ആദ്യം റാ എന്നെഴുതി പഠിപ്പിച്ചത് അമ്പിശ്ശേരി നാരായണ നമ്പീശ മാഷാണ്. 2ാം ക്ലാസ്സിൽ മേലയിൽ സരോജിനി ടീച്ചറുമായിരുന്നു അധ്യാപകർ. അന്നത്തെ ആ കാലഘട്ടത്തിൽ കൊച്ചാമ്പള്ളി രാമനമ്പ്യാർ എന്ന് പറയുന്ന മഹത് വ്യക്തിയാണ് ഈ സ്കൂൾ ആരംഭിച്ചത് എന്ന് നേരത്തെ സ്വാഗതത്തിലും റിപ്പോർട്ടിലും സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൊച്ചാമ്പള്ളി കൃഷ്ണൻകുട്ടി നമ്പ്യാർ ഇവിടെ അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ പെരുവനത്തും പ്രദേശത്തുമുള്ള നിരവധി പേരുടെ അധ്യാപകനായിരുന്നു. നേരത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ച്. ഇനിയും ഒട്ടേറെ മുന്നേറാനുണ്ട് നമ്മുടെ സ്കൂൾ. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിവിടെ മെമ്പറായി വന്നപ്പോൾ ഉള്ള ഭൗതിക സാഹചര്യങ്ങളല്ല ഇപ്പോൾ നമ്മുടെ സ്കൂളിലുള്ളത്. കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അത് പോരാ, ഇനിയും മാറാനുണ്ട്.
സംഘടനാപരമായി നീങ്ങിയാൽ തന്നെ മാത്രമേ നമ്മുടെ സ്കൂളിന് ഇനിയും മാറ്റങ്ങൾ സാധിക്കുകയുള്ളൂ. അധ്യാപകരുടെയും നാട്ടുകാരുടെയും ഇത്ര പ്രഗത്ഭർ പഠിച്ചുപോയ നമ്മുടെ സ്കൂളിൽ ആ പ്രഗത്ഭരുടെയും എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി തന്നെ നമുക്ക് ഇനിയും മുന്നേറാൻ ഒരുപാട് ദൂരങ്ങളുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ പ്രിയനന്ദനൻ മുഖ്യാതിഥിയായിരുന്നു. ചെറുപ്പ് AO MV സുനിൽകുമാർ എൻഡോമെന്റ് വിതരണം ചെയ്തു. SRG കൺവീനർ KA ശൈല, പ്രധാനാധ്യാപിക V ലിനറ്റ് മേരി ജോസ്, മേള കലാനിധി പെരുവനം സതീശൻ മാരാർ, വിരമിച്ച പ്രധാനാധ്യാപിക ജയന്തി, PTA പ്രസിഡന്റ് ജിതിൻ ഗുണദാസ്, അധ്യാപക പ്രതിനിധി TS വിദ്യ, BRC പ്രതിനിധി ഡോക്ടർ സോണിയ വിശ്വം, OSA ട്രഷറർ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഭൂനികുതി വർധനവിനെതിരെ കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റി വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കരയിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു ജനപ്രിയ പദ്ധതി ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നോളം കാണാത്തതിലുള്ള നികുതി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ആ ബജറ്റ് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ തന്നെ നമ്മൾ ഉയർന്ന മുദ്രാവാക്യം നമുക്കറിയാം, ഭൂനികുതി 50% വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളൊക്കെ ചെറിയ 2 സെന്റും 3 സെന്റും 5 സെന്റുള്ള ആളുകൾക്ക് ഒരാറിന് 5 രൂപയുണ്ടായിരുന്നത് 7 രൂപ 50 പൈസയായി വർദ്ധിക്കുമ്പോൾ, കാർഷിക മേഖലയിൽ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ഭൂമിയുള്ള ആളുകൾക്ക് 300-400 രൂപയുണ്ടായിരുന്ന നികുതി 800-1000 രൂപയുമായി വർദ്ധിക്കുന്നു. അതിഭീമമായ ഒരു വർധനവാണ് ഈ സർക്കാർ പാവപ്പെട്ട കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് KPCC വളരെ ഗൗരവപൂർവ്വം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ സമരം സംഘടിപ്പിച്ചത്. അത് പ്രാധാന്യമുള്ളൊരു സമരമാണ്. നമുക്കറിയാമല്ലോ, ഈ ബജറ്റ് വന്നതിന് ശേഷം എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്ഷേമ പെൻഷൻ 1600 രൂപയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രധാനമായി ജനങ്ങളെ വീട്ടിലാക്കിയ അല്ലെങ്കിൽ അവരെയൊക്കെ മോഹിപ്പിച്ച ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ 2500 ഉയർത്തും എന്ന് പ്രഖ്യാപിച്ചു. വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. പാവപ്പെട്ട 19 ലക്ഷം വരുന്ന പെൻഷൻകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ മോഹന വാഗ്ദാനത്തിൽ വീണ് വോട്ട് ചെയ്ത് അധികാരത്തെത്തി 4 വർഷം ആവാറായപ്പോൾ വല്ലച്ചിറ മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ രാമൻകുട്ടി മാസ്റ്റർ, NT രമേശ്, K രവീന്ദ്രനാഥ്, PS കുമാർ, ബെന്നി തെക്കിനിയത്ത്, PT ആന്റണി, CS മധുസൂദനൻ, വിജയൻ കളരിക്കൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റോയ്, ഷാജു പെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. ഊരകം CMS LP സ്കൂളിൽ 124-ാം വാർഷികം ആഘോഷിച്ചു. അധ്യാപക രക്ഷാകർതൃ ദിനവും വാർഷികാഘോഷവും പൂർവ്വ അധ്യാപിക മാധവി ടീച്ചറും പൂർവ്വ വിദ്യാർത്ഥി അമ്മിണി തോമസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് തലമുറകളെ പഠിപ്പിക്കാൻ, അറിവിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള നമ്മുടെ വിദ്യാലയ മുത്തശ്ശി ഇപ്പോഴും തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. പഴയതിനേക്കാൾ ശോഭയോടെ, കൂടുതൽ പ്രസരിപ്പോടെ. നമുക്കറിയാം, നമ്മളിവിടെ റിപ്പോർട്ട് നമ്മൾ കണ്ടു, ഒരുപാട് പരിപാടികൾ. എന്ത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായി ചോദ്യം. അത്രയധികം പരിപാടികൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ എല്ലാ പരിമിതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഏതൊക്കെ രീതിയിൽ വഴിതെറ്റിച്ച് പോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം അവരെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളടക്കം അത്രയും ഒരു മോശപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു മക്കൾ എന്നുള്ളൊരു വ്യത്യാസം പോലെ ഇല്ലാതെയാണ് ലഹരി മാഫിയകൾ നമ്മുടെ കുട്ടികളെല്ലാം വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ ശരിക്കും കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനേക്കാൾ രക്ഷിതാക്കൾക്കാണ് ബോധവൽക്കരണം നൽകേണ്ടത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് പല ഉദാഹരണങ്ങളും പറയാനുണ്ട്. നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് എന്ന് കരുതി നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു എന്ന് മറ്റാരെങ്കിലും പറയുമ്പോൾ ആ പറയുന്നവരെ ശത്രുവായി കാണാതെ
അതെന്തുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ മകൻ അല്ലെങ്കിൽ മകളെ ഒന്ന് ശ്രദ്ധിക്കാൻ എന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അവരെ തിരുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എനിക്കും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3.5 വർഷങ്ങളിൽ ഇടപെടുവാൻ അവസരം ലഭിച്ചു. സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുന്നു. ഒരു നാടിൻ്റെ അഭിമാനമായി സന്തോഷമായി ഈ സ്കൂള് മാറുമ്പോൾ അത് ഏറ്റവും സഭയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമാണ്. ഈ 124-ാം വർഷത്തിൽ 125-ാം വർഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ആരംഭവും കൂടിയായിട്ടാണ് നമ്മൾ ഇപ്രകാരം ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. ഫാദർ ബിജീഷ് പുളിമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. 125-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് നിർവഹിച്ചു. റവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ചേർപ്പ് AEO MV സുനിൽകുമാർ, KB പ്രജിത്ത്, സുരേന്ദ്രൻ പൂത്തേരി, ജയകൃഷ്ണൻ, അനിത റോബർട്ട് എന്നിവർ വിവിധ മത്സര വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണം ചെയ്തു. യദു S മാരാർ സിഗ്നേച്ചർ ട്യൂൺ പ്രകാശനം ചെയ്തു. ഫാദർ ക്രിസ്തുദാസ്, ഫാദർ അനൂപ് ജോർജ്, ഫാദർ സാം മാത്യു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിസാന്ദ്രമായി. 100 ആളുകൾ ചടങ്ങുകളിൽ പങ്കാളികളായി. ബുധനാഴ്ച രാവിലെ ഉത്സവ ദിനത്തിൽ വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. 7 ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6ഓടെ ക്ഷേത്ര മൈതാനത്തെത്തിച്ചേർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. മുത്തേടത്തറ ദേശത്തിന്റെ കൊമ്പൻ പുതുപ്പള്ളി സാധു ഭഗവാന്റെ തിടമ്പേറ്റി. ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിനായി പുതുപ്പള്ളി കേശവനും, ആലപ്പാട് പുല്ല് പുറത്തൂർ ചിറക്കൽ കാളിദാസനും, കിഴക്കുമുറി മീനാട് വിനായകനും, വടക്കുമുറി കുട്ടംകുളങ്ങര അർജുനനും, താന്യം ദേശത്തിനായി തൃക്കടവൂർ ശിവരാജവും, കിഴുപ്പള്ളിക്കരയ്ക്കായി ചിറക്കര ശ്രീരാമും അണിനിരന്നു. പള്ളിപ്പുറം വൈശാഖന്റെ മേളം ശീവേലി എഴുന്നള്ളിപ്പിനകമ്പടിയായി. പരക്കാട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിനു ശേഷം കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയായി. 101 പേർ അണിനിരന്ന പാണ്ടിമേളം അരങ്ങേറി. വ്യാഴാഴ്ച പുലർച്ചെ 6-ന് 7 ദേശങ്ങളും സംയുക്തമായി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ആറാട്ട് ഘോഷയാത്ര, ആറാട്ട് കഞ്ഞി വിതരണം, കൊടിയിറക്കൽ എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. പത്തേമാരി പ്രവാസി സമിതിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമവും സമാദരണ സദസ്സും ഞായറാഴ്ച നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CC മുകുന്ദൻ MLA മുഖ്യാതിഥിയാകും. പത്തേമാരി പ്രവാസി സമിതി പ്രസിഡന്റ് KV അബ്ദു അധ്യക്ഷത വഹിക്കും. രക്ഷാധികാരി കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തും. പത്തേമാരിയിലോ കപ്പലിലോ വിദേശത്തേക്ക് പോയവരെ ചടങ്ങിൽ ആദരിക്കും. മുൻ MLA ഗീതാ ഗോപി, ആദ്യകാല പത്തേമാരി യാത്രികൻ തടാകം കുഞ്ഞി മുഹമ്മദ് ഹാജി എന്നിവർ വിശിഷ്ടാതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ പത്തേമാരി രക്ഷാധികാരി കരീം പന്നിത്തടം, പ്രസിഡന്റ് അബ്ദു തടാകം, ജനറൽ സെക്രട്ടറി ഷെരീഫ് ഇബ്രാഹിം, എക്സിക്യൂട്ടീവ് അംഗം KS ചന്ദ്രശേഖരൻ, ഓവർസീസ് പ്രതിനിധി സക്കറിയ കുന്നച്ചാം വീട്ടിൽ എന്നിവർ പങ്കെടുത്തു. പ്രവാസ ജീവിതത്തിന്റെ വഴിവെട്ടി തെളിയിച്ചത് പത്തേമാരിയിൽ പോയിട്ടുള്ളവരായിരുന്നു. അപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സമിതിയാണ് പത്തേമാരി പ്രവാസി സമിതി. അപ്പൊ അവരുടെ വെൽഫെയർ കാര്യങ്ങളിലാണ് ഞങ്ങൾ മുൻഗണനയായിട്ട് ചെയ്തത്. അതേപോലെ അവരെ കണ്ടുപിടിച്ച് ബഹുമാനിക്കുക, ആദരിക്കുക, അവരുടെ പ്രയാസങ്ങളിൽ ഞങ്ങളാൽ ചെയ്യാവുന്നവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു മോട്ടീവിലാണ് ഈ സമിതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം
പ്രവാസികളുടെയും കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത സംഗമം ആദരവും കൊടുക്കുന്നത് ഈ ഞായറാഴ്ച 23-ാം തീയതി കാലത്ത് 9 മുതൽ 1 മണി വരെ തൃപ്രയാറ് നാട്ടിക ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ്. ബഹുമാനപ്പെട്ട കേരള റവന്യൂ ഭവന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനാണ് അത് ഉദ്ഘാടനം കഴിക്കുന്നത്. നാട്ടിക MLA പങ്കെടുക്കുന്നുണ്ട്. നോർക്ക ഓഫീസർമാർ പങ്കെടുക്കുന്നുണ്ട്. ചൂലൂർ മഹല്ല് ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ മിഫ്താഹുൽ ഉലൂം മദ്രസയുടെ പുതിയ കെട്ടിടോദ്ഘാടനവും ദാറുൽ ഇഹ്സാൻ ഇസ്ലാമിക് അക്കാദമിയുടെ 12ാം വാർഷികവും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. ചടങ്ങിൽ 3ാം സന്നദ്ധാന സമ്മേളനവും മതപ്രഭാഷണവും നടക്കും. പണക്കാട് സയ്യിദ് ഷാഹിർ അലി ശിഹാബ് തങ്ങൾ മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉസ്താദ് അൽ ഹാഫിൾ അബു ഷമാസ് മൗലവി ഇരാറ്റുപേട്ട മുഖ്യപ്രഭാഷണം നടത്തും. മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗർ ദാറുൽ ഇസ്ഹാൻ ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ VA ഇസ്മായിൽ അധ്യക്ഷനാകും. സാംസ്കാരിക സമ്മേളനം ചാലക്കുടി MP ബെന്നി ബഹനാൻ ഉദ്ഘാടനം ചെയ്യും. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ CEO VI സലീം, അസ ഗ്രൂപ്പ് MD CP സാലിഹ്, ഗ്രൂപ്പ് ഇന്റർനാഷണൽ പ്രതിനിധി അബ്ദുള്ളക്കുട്ടി ഹാജി എന്നിവർ മുഖ്യാതിഥിയാകും. സമസ്ത കേരള മുഷാവറ അംഗം PM അബ്ദുസലാം ബാഖവി വടക്കേക്കാട് സന്നദ്ധാന പ്രഭാഷണം നടത്തും. തുടർന്ന് മഹത് വ്യക്തികളെ ആദരിക്കും. ചുലൂർ മഹല്ല് ജമാഅത്ത് ചെയർമാൻ VA ഇസ്മായിൽ, കൺവീനർ സലീം പോക്കാക്കില്ലത്ത്, വൈസ് പ്രസിഡന്റ് ഷാജി കണ്ണങ്കിലത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിർ ശിഹാബ് തങ്ങൾ പാണക്കാട് 22-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നിർവഹിക്കും. അതിനുശേഷം മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗറിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ചാലക്കുടി MP ബെന്നി ബഹനാൻ അവர்களാണ്. ആ സമ്മേളനത്തിൽ തന്നെ മുഖ്യ അതിഥികളായിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ മദ്രസ കെട്ടിടം നിർമ്മിച്ചു തന്ന, അതായത് ലുലു ഗ്രൂപ്പിന്റെ CEO കൂടിയായ VI സലീം സാഹിബ്, അദ്ദേഹത്തിന്റെ പിതാവ് മർഹൂം ഇബ്രാഹിം സാഹിബിന്റെ പേരിൽ പണിതു തന്ന ആ മദ്രസ കെട്ടിടം അദ്ദേഹത്തിന് മഹലിന്റെ പേരിലും മഹല് കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകം ആദരിക്കുന്നുണ്ട്. കുന്നംകുളം മരത്തങ്കോട് വയോധികയുടെ മാല പൊട്ടിച്ച മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കോത്തോളിക്കുന്ന് സ്വദേശി ഹരിദാസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോത്തോളിക്കുന്ന് സ്വദേശി തറമേൽഞ്ഞാലിൽ വീട്ടിൽ 48 വയസ്സുള്ള ഹരിദാസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മരത്തങ്കോട് AKG നഗറിലാണ് ബൈക്കിലെത്തിയ പ്രതി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞത്. AKG നഗർ സ്വദേശിനി 73 വയസ്സുള്ള രമണിയുടെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് പ്രതി കവർന്നത്. വീടിന് മുൻപിൽ മുറ്റമടിച്ചു നിൽക്കുകയായിരുന്ന വീട്ടമ്മയുടെ അടുത്തേക്ക് ചുവപ്പ് ബൈക്കിൽ ചുവപ്പും കറുപ്പും വരെയുള്ള ഷർട്ടിട്ട് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ പ്രതി ബൈക്ക് വീടിന് മുൻപിൽ നിർത്തിയതിനു ശേഷം വീട്ടമ്മയുടെ സമീപത്തേക്കെത്തി മാല പൊട്ടിച്ച് കടന്ന് കളയുകയായിരുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ദ്രുതഗതിയിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സഹകരണത്തോടെ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, ഷിജിൻ, മനീഷ്, അശ്വിൻ, സുധീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഗുരുവായൂർ റോഡിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പാർസലുമായി പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പാഴ്സലുമായി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് കുന്നംകുളം ദയ റോയൽ ആശുപത്രിക്ക് സമീപം ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കണ്ടെയ്നർ ലോറി റോഡിന് ഒരു വശത്തേക്ക് മറിഞ്ഞതിനാൽ മേഖലയിൽ ഗതാഗത തടസ്സം ഉണ്ടായില്ല. വടക്കാഞ്ചേരി PWD റെസ്റ്റ് ഹൌസിന് സമീപം കാറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബസ്സും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബസ്സും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരങ്ങൾ. ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,070 രൂപ, പവന് 64,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളായി. 25, 26, 27 തീയതികളിലാണ് ആഘോഷം. ഇതോടനുബന്ധിച്ച് പിതൃതർപ്പണവും നടക്കും. പെരുവനം KLS UP സ്കൂളിൽ ശതാബ്ദി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ഭൂനികുതി വർധനവിനെതിരെ കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റി വല്ലച്ചിറ വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.